പിന്നെ ഇപ്പൊ പുറത്ത് വരുന്ന വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐവറി കോസ്റ്റ് ആഫ്കോൺ ജയിച്ചല്ലോ. അപ്പോൾ ഐവറി കോസ്റ്റ് ആഫ്കോൺ ജയിച്ചതിന്റെ ഒരു ഇതായിട്ട്, അതായത് ആ ഒരു ടൂർണമെന്റിന് ശേഷം, അതായത് ടൂർണമെന്റ് അവസാനം എന്ത് ചെയ്ത്, ആഫ്കോൺ ജയിച്ചതിന് ശേഷം ഈ ഒരു ആഫ്കോൺ ടൂർണമെന്റിന്റെ ബെസ്റ്റ് പ്ലെയറെ തെരഞ്ഞെടുത്ത്. ആഫ്കോൺ ടൂർണമെന്റിന്റെ ബെസ്റ്റ് പ്ലെയറെ തെരഞ്ഞെടുക്കപ്പെട്ടത് പറഞ്ഞാൽ മെസ്സിയാണ്. എല്ലാവരും വിചാരിച്ചു, സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിച്ചു ഈ മെസ്സിക്ക് എന്താ കിട്ടി, മെസ്സിക്ക് എന്തുകൊണ്ടാണ് ആഫ്കോൺ ബെസ്റ്റ് പ്ലെയർ കിട്ടാൻ കാരണം. അപ്പം അതിന് അവർ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്യാപ്റ്റന്മാരും ഇവരെല്ലാവരും കൂടി വോട്ട് ചെയ്തത്രേ. ക്യാപ്റ്റന്മാരും അതേപോലത്തെ ആൾക്കാരെ കൂടി വോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത്, മെസ്സിനെ ആഫ്കോൺ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തു. അതാണ് അവിടെ ഉണ്ടായത്. ആഫ്രിക്കൻ കപ്പിന്റെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് മെസ്സിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും ഒരു റോബറി അല്ല. കാരണം എന്താണ്, കാരണം ക്യാപ്റ്റന്മാരല്ലേ വോട്ട് ചെയ്തത്. നമുക്കൊന്നും പറയാൻ പറ്റുമോ? നമ്മളൊക്കെ അറിയാം, നമ്മളൊക്കെ വെറും ഫുട്ബോൾ കാണാം, നമുക്ക് സീറോ ബോൾ നോളേജ്, നമ്മളൊക്കെ അറിയാം, നമ്മൾ മണ്ടന്മാര്. പക്ഷെ ക്യാപ്റ്റന്മാരാ വോട്ട് ചെയ്തിട്ടുള്ളത്. ക്യാപ്റ്റന്മാർ എന്തുകൊണ്ട് വോട്ട് ചെയ്തിട്ടുള്ള ക്യാപ്റ്റന്മാരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ക്യാപ്റ്റന്മാരെന്താ പറഞ്ഞത് അറിയോ? ക്യാപ്റ്റന്മാർ പറഞ്ഞാൽ മെസ്സിക്ക് വേൾഡ് കപ്പ് ഉണ്ട്. ക്യാപ്റ്റന്മാർ മെസ്സി അതല്ല, ക്യാപ്റ്റന്മാരോട് ചോദിച്ചപ്പോൾ ക്യാപ്റ്റന്മാർ പറഞ്ഞു മെസ്സിക്ക് വേൾഡ് കപ്പ് ഉണ്ടെന്ന്. പക്ഷെ കളി നടന്നത് എന്താണ്? കളി നടന്നത് ആഫ്കോണാ. ഇതുപോലെ അറിയാൻ ക്യാപ്റ്റന്മാർ എന്ത് ചെയ്തു, മെസ്സിക്ക് വോട്ട് ചെയ്യും. മെസ്സി ആ ടൂർണമെന്റിൽ പോലും ഇല്ല, പക്ഷെ മെസ്സിക്ക് കിട്ടി. ആ സംബന്ധം തന്നെ ബാലൻഡിയോർ നടന്നത്. മെസ്സി 2 ഗോൾ അടിച്ചിട്ട് ഹാളൻഡിന് ഇവിടെ കിട്ടി. മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് പോലും ഇല്ല. പക്ഷെ ക്യാപ്റ്റന്മാരെന്താ പറഞ്ഞത്, മെസ്സിക്ക് വേൾഡ് കപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തും കിട്ടുന്നു. അവസ്ഥയാണ്. ഒന്നും നമുക്ക് തിരിച്ചു പറയാനും പറ്റില്ല. കേട്ട് കുത്തിരിക്കാനല്ലാണ്ട് എന്താ ചെയ്യാ? എന്താ ചെയ്യാ? എന്തെങ്കിലും ആഡ് ചെയ്യണ്ട. ഇക്കാര്യം നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടി പറയാം. ഫിഫ ദിവസത്തിന്റെ കാര്യം 2 ഗോൾ അടിച്ച എന്താണ് ഫിഫ ദിവസം കിട്ടി. അപ്പുറത്ത് എത്ര 35 എത്ര ഗോൾ അടിച്ച ഇത്രയും ട്രബിളൊക്കെ നേടി ഹാളണ്ടിന് ഈ ഫിഫ ദിവസം കിട്ടിയിട്ടില്ല 2023. അങ്ങനെ 2023 വേൾഡ് കപ്പ് എവിടെ 2022. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം മെസ്സി ഫാൻസ് ആർഗ്യുമെന്റ് വരുന്നതിന് മുമ്പ്. അതെ, അതന്നെ. ഫിഫ ശ്രദ്ധിക്കുമല്ലോ. ഫിഫ എന്ന് പറഞ്ഞാല് മെസ്സി ബോയ് ആണല്ലോ. ഫിഫ എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ ഒരു അടിമയാണല്ലോ. അപ്പോൾ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മെസ്സി ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് അല്ല എന്തും എടുത്തു കൊടുക്കും അവര്. പിന്നെ അതിലൊന്നും വേറെ ഡിബേറ്റ് പോലും ഇല്ല. മെസ്സിയുടെ തന്തയെന്നാണ് പറയാ.